നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ കുറച്ച് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ക്യുക്സോട്ട്. ക്യുക്സോട്ടിനെ പറ്റിയിട്ട് ഒന്ന് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതും 5 മാർക്കിനോ 6 മാർക്കിനോ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മൾ ഡാറ്റ സ്ട്രക്ചർ പഠിച്ചപ്പോൾ കുറച്ച് സോർട്ടിംഗ് മെത്തേഡ്സ് പഠിച്ചിരുന്നു. ഇൻസേർഷൻ സോർട്ടിങ്, സെലക്ഷൻ സോർട്ടിങ്, അതുപോലെ മെർജ് സോർട്ടിങ്. ഈ 3 മെത്തേഡ്സാണ് നമ്മൾ സോർട്ടിങ്ങിൽ പഠിച്ചത്. ഇത് കൂടാതെ ഒരു സോർട്ടിങ്ങും കൂടി ഉണ്ട്. അതിൻ്റെ പേരാണ് എന്ത്? ക്യുക്സോട്ട്. അപ്പോൾ മെർജ് സോർട്ടിൽ നമ്മൾ കണ്ടതുപോലെ ഡിവൈഡ് ആൻഡ് കോൺകർ മെത്തേഡ്. മെർജ് സോർട്ട് എങ്ങനെയായിരുന്നു? ഡിവൈഡ് ആൻഡ് കോൺകർ മെത്തേഡായിരുന്നു. ആ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് എന്തിലും നടക്കുന്നത്? ക്യുക്സോട്ടിലും നടക്കുന്നത്. ഡിവൈഡ് ആൻഡ് കോൺകർ മെത്തേഡ്. Quicksort is a highly efficient sorting algorithm and is based on partitioning of array of data into smaller arrays. അപ്പോൾ ക്യുക്സോട്ട് എന്ന് പറയുന്നത് ഹൈലി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സോർട്ടിംഗ് ആൽഗോരിതമാണ്. നമുക്ക് ഈസി ആയിട്ട് കോംപ്ലിക്കേഷൻസ് ഒന്നും അധികം ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സോർട്ട് ചെയ്തെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഒരു ആൽഗോരിതം, ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത് പാർട്ടീഷനിങ് ഓഫ് അറേ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡിവൈഡിങ്, പാർട്ടീഷൻ ചെയ്യുക. ഒരു അറേനെ പാർട്ടീഷൻ ചെയ്തിട്ട് സ്മോളർ അറേസ് ആക്കി മാറ്റിയിട്ട് അതിന് ശേഷമാണ് എന്ത് നടക്കുന്നത്? നമ്മുടെ സോർട്ടിങ് നടക്കുന്നത്. എ ലാർജ് അറേ ഈസ് പാർട്ടീഷൻഡ് ഇൻ ടു 2 arrays, one of which holds values smaller than the specified value, say pivot, based on which the partition is made, and another array holds values greater than the pivot value. അപ്പോൾ ഈ 2 ഭാഗങ്ങളാക്കി മാറ്റുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മാറ്റുന്നത് ഒരു എലമെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ആ എലമെൻറ്റിനെ പറയുന്ന പേരാണ് പിവോട്ട് എലമെൻറ്റ്. നമുക്കിപ്പോൾ ഒരുപാട് എലമെൻറ്റ്സ് ഉള്ളൊരു ബിഗ്ഗർ അറേ ഉണ്ട്. ഒരു 10 എലമെൻറ്റ്സ് ഉള്ള ഒരു അറേയാണ് നമ്മൾ എടുത്തുള്ളത്. ഈ അറേയിൽ ഏതെങ്കിലും റാൻഡമായിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. ഏതെങ്കിലും ഒരു എലമെൻറ്റിനെ നമ്മൾ ചൂസ് ചെയ്യാണ്. ഒന്നുകിൽ ഫസ്റ്റ് എലമെൻ്റ് ആവാം, അല്ലെങ്കിൽ ലാസ്റ്റത്തെ എലമെൻ്റ് ആവാം, അല്ലെങ്കിൽ സെൻറ്ററത്തെ അയക്കാം. എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് റാൻഡമായിട്ട് ഒരു എലമെൻറ്റിനെ നമുക്ക് ചൂസ് ചെയ്യാം. അങ്ങനെ ഈ ചൂസ് ചെയ്തിട്ടുള്ള ഈ എലമെൻറ്റിനെ പറയുന്ന പേരാണ് എന്ത്? പിവോട്ട് എലമെൻറ്റ്. ഇനി ഈ എലമെൻറ്റിനെ ചൂസ് ചെയ്തിട്ട് ഈ പിവോട്ട് എലമെൻറ്റിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇനി ബാക്കി പാർട്ടീഷനിങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ 2 പാർട്ടീഷൻ ചെയ്യുമെന്ന് പറഞ്ഞു. 2 സ്മോളർ അറേസ് ആക്കി മാറ്റുമെന്ന് പറഞ്ഞു. അതായത് ഈ ഒരു പിവോട്ട് എലമെൻറ്റിൻ്റെക്കാളും ചെറിയ വാല്യൂസ്, സ്മോളർ വാല്യൂസ് പിവോട്ട് എലമെൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കും, അതുപോലെ പിവോട്ട് എലമെൻറ്റിനെക്കാട്ടും വലിയ വാല്യൂസ് പിവോട്ടിൻ്റെ റൈറ്റ് ഭാഗത്തേക്കും വലത് ഭാഗത്തേക്കും പ്ലേസ് ചെയ്യപ്പെടും, സ്വാപ്പ് ചെയ്യപ്പെടും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ക്യുക്സോട്ട് സോർട്ടിംഗ് മെത്തേഡിൽ നടക്കുന്ന ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പിവോട്ട് എലമെൻറ്റ് നമ്മൾ സെലക്ട് ചെയ്യും. ഈ പിവോട്ട് എലമെൻറ്റിനേക്കാളും ചെറിയ വാല്യൂസ് ലെഫ്റ്റ് സൈഡിലേക്കും പിവോട്ട് എലമെൻറ്റിനേക്കാളും വലിയ വാല്യൂസ് റൈറ്റ് സൈഡിലേക്കും പോകും. അപ്പോൾ അതാണ് അവിടെ നടക്കുന്നത്. ഈ വലത് സൈഡിലും അതുപോലെ ഇടത് സൈഡിലുള്ള വാല്യൂസ് ഒരു അസെൻഡിങ് ഓർഡറിൽ തന്നെ ആവണമെന്നില്ല. ചെറുതിന്ന് വലുതിലേക്ക് പോകണമെന്നില്ല. റാൻഡമായിട്ട് തന്നെ കിടക്കും. അതായത് ഇപ്പോൾ ഒരു 31 എന്നുള്ള വാല്യൂ ആണ് നമ്മളെടുത്തത്. പിവോട്ട് എലമെൻ്റ് ആയിട്ടാണ് നമ്മൾ എടുത്തതെന്ന് വിചാരിക്കാം. ഈ 31നേക്കാളും ചെറിയ വാല്യൂസ് ഏതൊക്കെ ഉണ്ടോ അതൊക്കെ എങ്ങോട്ട് പോകും? ലെഫ്റ്റ് സൈഡിലേക്ക് പോകും. അതിനൊരു ഓർഡർ ഇല്ല. ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത് അതിനെക്കാട്ടും ചെറിയ വാല്യൂസ് ആയിരിക്കും, വലത് സൈഡിൽ കിടക്കുന്നത് അതിനെക്കാട്ടും വലിയ വാല്യൂസ് ആയിരിക്കും. അല്ലാതെ അതിന് ഓർഡർ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇതാണ് എന്തിൽ നടക്കുന്നത്? ക്യുക്സോട്ട് ആൽഗോരിതത്തിൽ നടക്കുന്നത്. ഇനി അടുത്തത് എക്സ്പ്ലെയിൻ സ്ട്രിംഗ് ഫങ്ഷൻസ് ഇൻ C++. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് എന്തൊക്കെയാണ് സ്ട്രിംഗ് ഫങ്ഷൻസ് എന്നുള്ളത്. ആദ്യം നമ്മൾ സ്ട്രിങ്സ് എന്താണെന്ന് പഠിച്ചു. അതിനുശേഷം സ്ട്രിംഗ് ഫങ്ഷൻസ് എന്താണെന്നുള്ളത് നമ്മൾ നോക്കി. സ്ട്രിംഗ് ഫങ്ഷൻസ് ആർ ദ ഫങ്ഷൻസ് ദാറ്റ് ആർ യൂസ്ഡ് ടു പെർഫോം ഓപ്പറേഷൻസ് ഓൺ എ സ്ട്രിംഗ്. നമ്മളിപ്പോൾ ഓപ്പറേഷൻ നമ്മുടെ സ്ട്രിങ്ങിൽ, നമ്മളൊരു പ്രോഗ്രാമിൽ ഒരു സ്ട്രിങ്ങിൻ്റെ ഓപ്പറേഷൻസ് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫങ്ഷൻസാണ് എന്ത്? സ്ട്രിംഗ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഹെഡർ ഫയലാണ് യൂസ് ചെയ്യുന്നത്? സ്ട്രിങ്ങിൻ്റെ മുകളിൽ എന്ത് ഓപ്പറേഷൻ നടക്കുമ്പോഴും നമ്മൾ IOStream നമ്മുടെ ആ ഹെഡർ ഫയലിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? string.h എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡർ ഫയലും കൂടി നമുക്ക് കൊടുക്കണം.
ഈ ഒരു ലൈബ്രറി സ്ട്രിംഗ് ഡോട്ട് എച്ച് ലൈബ്രറി ടു പ്രൊവൈഡ്സ് വാരിയസ് സ്ട്രിംഗ് ഫങ്ഷൻസ് ലൈക്ക് strcat, strlen, strcmp, strcpy, swap. ഇത്രയും ഫങ്ഷൻസ് എന്ത് നൽകുന്നുണ്ട്? സ്ട്രിംഗ് ഫങ്ഷൻസ് ആയിട്ട് നമുക്ക് എന്ത് ലൈബ്രറി, സ്ട്രിംഗ് ഡോട്ട് എച്ച് ലൈബ്രറി നമുക്ക് തരുന്നുണ്ട്. ഇതിൽ നമുക്ക് കുറേ എണ്ണം, നമ്മൾ 3-4 നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ വർക്ക് ചെയ്തതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റൺ ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയതാണ്. ആൻഡ് മെനി മോർ വേർ strcat ഈസ് യൂസ്ഡ് ടു കൺകാറ്റിനേറ്റ് സ്ട്രിംഗ്. strcat നമ്മൾ എന്തിനാണ് യൂസ് ചെയ്തിരുന്നത്? 2 സ്ട്രിങ് തമ്മിൽ കൺകാറ്റിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 2 ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള 2 വേർഡിനെയും നമ്മൾ ഒരുമിച്ച് കൺകാറ്റിനേറ്റ് ചെയ്ത് ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരൊറ്റ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ പ്രിൻ്റ് ചെയ്തിരുന്നു. strlen വിൽ കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദി സ്ട്രിങ്. strlen നമ്മൾ എന്തിനാണ് യൂസ് ചെയ്തിരുന്നത്? ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ലെങ്ത് ആയിട്ട് നമ്മൾ 11 കിട്ടിയത് നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്തത് strcmp ഈസ് യൂസ്ഡ് ടു കമ്പയർ 2 സ്ട്രിങ്സ്. 2 സ്ട്രിങ്സ് തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? strcmp യൂസ് ചെയ്യുന്നത്. strcpy വിൽ കോപ്പി 1 വാല്യൂ ഓഫ് ദ സ്ട്രിങ് ടു അനദർ. അപ്പോൾ strcpy എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു സ്ട്രിങ്ങിലുള്ള വാല്യൂവിനെ വേറൊരു സ്ട്രിങ്ങിലേക്ക് മാറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തത്? strcpy എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്തത്. അതുപോലെ സ്വാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ഫംഗ്ഷനും കൂടിയുണ്ട്. അത് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മുടെ സ്ട്രിങ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്വാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതുപോലെ തന്നെ ഈ 3 ഫങ്ഷൻസിൻ്റെയും സിൻറ്റാക്സ് നമുക്ക് നോക്കാം. strcpy ഓഫ് s1, s2. അപ്പോൾ s2 എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രിങ് എന്തിലേക്ക് കോപ്പി ചെയ്യപ്പെടും? s1ലേക്ക് കോപ്പി ചെയ്യും. strcat ഓഫ് s1, s2. s1 എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രിങ്ങും അതുപോലെ s2 എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രിങ്ങും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് s1ലേക്ക് പ്രിൻ്റ് ചെയ്യും. അടുത്തത് strlen ഓഫ് s1. അതായത് s1 എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രിങ്ങിന് എത്ര ലെങ്ത് ഉണ്ടോ അതൊക്കെ അവിടെ പ്രിൻ്റ് ചെയ്യപ്പെടും. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് അബ്സ്ട്രാക്റ്റ് ക്ലാസ്? എന്താണ് അബ്സ്ട്രാക്റ്റ് ക്ലാസ് എന്നുള്ളത് നോക്കാം. ആൻ അബ്സ്ട്രാക്റ്റ് ക്ലാസ് ഈസ് എ ക്ലാസ് ദാറ്റ് ഈസ് ഡിസൈൻഡ് ടു ബി സ്പെസിഫിക്കലി യൂസ്ഡ് ആസ് എ ബേസ് ക്ലാസ്. നമ്മൾ അബ്സ്ട്രാക്റ്റ് ക്ലാസ് നമ്മൾ ബേസ് ക്ലാസ് ആയിട്ട് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻ അബ്സ്ട്രാക്റ്റ് ക്ലാസ് കണ്ടെയ്ൻസ് അറ്റ്ലീസ്റ്റ് 1 പ്യുവർ വെർച്വൽ ഫങ്ഷൻ. അതായത് നമ്മുടെ ഒരു ക്ലാസ്സിൻ്റെ അകത്ത്, ഒരു ബേസ് ക്ലാസ്സിൻ്റെ അകത്ത് ഒരു പ്യുവർ വെർച്വൽ ഫങ്ഷൻ ഉണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ്, ആ ക്ലാസ്സിനെ പറയുന്ന പേരാണ് എന്ത്? അബ്സ്ട്രാക്റ്റ് ക്ലാസ് എന്ന്. ഒരു അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിൻ്റെ അകത്ത് എന്തായാലും മസ്റ്റായിട്ടും ഒരു പ്യുവർ വെർച്വൽ ഫങ്ഷൻ ഉണ്ടായിരിക്കും. യു ഡിക്ലെയർ എ പ്യുവർ വെർച്വൽ ഫങ്ഷൻ ബൈ യൂസിങ് എ പ്യുവർ സ്പെസിഫയർ ഇൻ ദ ഡിക്ലറേഷൻ ഓഫ് എ വെർച്വൽ മെമ്പർ ഫങ്ഷൻ ഇൻ ദ ക്ലാസ് ഡിക്ലറേഷൻ. അപ്പോൾ നമ്മൾ എന്താണ് വെർച്വൽ ഫങ്ഷൻ നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ഈക്വൽ ടു 0 കൊടുത്തിട്ട് നമ്മൾ അതിനെന്താക്കും? ഒരു പ്യുവർ വെർച്വൽ ഫങ്ഷനാക്കി മാറ്റും. ക്ലാസ് ഡിക്ലറേഷൻ്റെ അകത്ത് നമ്മൾ ഈ പ്യുവർ വെർച്വൽ ഫങ്ഷനും കൂടി കൊടുക്കും. പ്യുവർ വെർച്വൽ ഫങ്ഷൻ ആക്കുന്നത് വെർച്വൽ ഫങ്ഷൻ ഈക്വൽ ടു 0 കൊടുത്താൽ അതൊരു പ്യുവർ വെർച്വൽ ഫങ്ഷൻ ആവും. അങ്ങനെ ഈ ഒരു പ്യുവർ വെർച്വൽ ഫങ്ഷനുള്ള ക്ലാസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? അബ്സ്ട്രാക്റ്റ് ക്ലാസ് എന്ന് പറയുന്നത്. നമുക്കിനി അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിൻ്റെ സിൻറ്റാക്സ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ക്ലാസ് AB എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ലാസ് നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഇനി അതിൻ്റെ അകത്ത് നമ്മൾ പബ്ലിക്കിലാണ് എന്ത്? വെർച്വൽ എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡ് യൂസ് ചെയ്താലാണ് അതൊരു വെർച്വൽ ഫങ്ഷൻ ആവുന്നത്. വെർച്വൽ വോയിഡ് എഫ്, വെർച്വൽ ഡാറ്റ ടൈപ്പ് ആയിട്ട് നമ്മൾ വോയിഡ് കൊടുത്തു. എഫ് ആണ് നമ്മുടെ ഫങ്ഷൻ്റെ നെയിം, വെർച്വൽ ഫങ്ഷൻ്റെ നെയിം. വെർച്വൽ ഫങ്ഷൻ ഓഫ് ഈക്വൽ ടു 0 കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ വെർച്വൽ അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിൻ്റെ സിൻറ്റാക്സ് എന്ന് പറയുന്നത്. ഒരു അബ്സ്ട്രാക്റ്റ് ക്ലാസ് ആവണമെന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സിൻ്റെ അകത്ത് എന്തുണ്ടായിരിക്കണം? ഒരു പ്യുവർ വെർച്വൽ ഫങ്ഷൻ ഉണ്ടായിരിക്കണം. ഇനി അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ നെസ്റ്റഡ് ലൂപ്സ്. നെസ്റ്റഡ് ലൂപ്സ് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നെസ്റ്റഡ് ലൂപ്പ് മീൻസ് എ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻസൈഡ് അനദർ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്. That is why nested loop also called as loop inside loop. നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുന്നത് ഒരു ലൂപ്പിൻ്റെ അകത്ത് വേറൊരു ലൂപ്പും കൂടി ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുന്നത്.
അതുകൊണ്ട് തന്നെ നമുക്ക് നെസ്റ്റഡ് ലൂപ്പിനെ വേറൊരു രീതിയിലും കൂടി പറയാം, ലൂപ്പ് ഇൻസൈഡ് ലൂപ്പ്. അതായത് ഒരു ലൂപ്പിൻ്റെ അകത്ത് വേറൊരു ലൂപ്പും കൂടി ഉണ്ടാവുന്നതിനെയാണ് നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുന്നത്. ഇവിടെ നെസ്റ്റഡ് ലൂപ്പിൻ്റെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫോർ ലൂപ്പ് വെച്ചിട്ടുള്ള ഫോർ ലൂപ്പിൻ്റെ നെസ്റ്റഡ് ലൂപ്പാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഒരു ഫോർ ലൂപ്പ് നമ്മൾ കൊടുത്തു, അതിൻ്റെ അകത്ത് എന്താണ് ഇനീഷ്യലൈസേഷനും നമ്മുടെ കണ്ടീഷനും ഇൻക്രിമെൻറ്റോ ഡിക്രിമെൻറ്റോ എന്താണെന്ന് വെച്ചാൽ അതുണ്ട്. അതിനുശേഷം ഈ ഫോർ ലൂപ്പിൻ്റെ അകത്ത് അഗെയിൻ ഒരു ഫോർ ലൂപ്പും കൂടി നമ്മൾ ഫോം ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത ഫോർ ലൂപ്പിൻ്റെ അകത്തും അതുപോലെ നമ്മുടെ കണ്ടീഷൻസും ഇനീഷ്യലൈസേഷനും ഇൻക്രിമെൻറ്റേഷനും ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഫോർ ലൂപ്പിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മുടെ അതിൻ്റെ അകത്ത് ആദ്യം കൊടുക്കുന്നത്. അതിനുശേഷം ആ ഫോർ ലൂപ്പ് ക്ലോസ് ചെയ്തതിന് ശേഷം ആണ് നമ്മുടെ ഫസ്റ്റ് ഫോർ ലൂപ്പിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നുള്ളത് നമ്മൾ കൊടുക്കുന്നത്. അവിടെ കൊടുത്തിട്ടുണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻസൈഡ് ലൂപ്പ്. ഇൻസൈഡ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ലൂപ്പിൻ്റെ കോഡൊക്കെയാണ് നമ്മൾ അതിൻ്റെ താഴെ എഴുതുന്നത്. അതിനുശേഷം ബ്രേസ് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എഴുതുന്നത്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഔട്ടർ ലൂപ്പ് എഴുതുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നെസ്റ്റഡ് ലൂപ്പ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ നെസ്റ്റഡ് ലൂപ്സിലൊക്കെ നമുക്ക് നമ്മുടെ ബ്രേസസിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അപ്പോൾ ഇന്നർ ലൂപ്പും ഔട്ടർ ലൂപ്പും ഒക്കെ ഉണ്ടായതുകൊണ്ട് നമ്മുടെ ബ്രേസസിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ശരിക്കും വർക്കാവുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മളിപ്പോൾ ഫോർ ലൂപ്പിൻ്റെയാണ് കണ്ടത്. ഇതുപോലെ നമുക്ക് വൈൽ ലൂപ്പ് വെച്ചിട്ടും അതുപോലെ ഡു വൈൽ ലൂപ്പ് വെച്ചിട്ടൊക്കെ നമുക്ക് നെസ്റ്റഡ് ലൂപ്സ് ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നെസ്റ്റഡ് ലൂപ്പ് നമുക്ക് ഒരുപാട് മാർക്കിന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് എഴുതി വയ്ക്കാം. അപ്പോൾ നെസ്റ്റഡ് ലൂപ്പിന് ഒരു എക്സാമ്പിളാണ് നമ്മൾ പഠിച്ച മെട്രിക്സ് അഡീഷൻ. നമ്മൾ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്, 2 ഡയമെൻഷണൽ അറേ വെച്ചിട്ടുള്ള മെട്രിക്സ് അഡീഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. 2 മെട്രിക്സ് തമ്മിൽ ആഡ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പ്രോഗ്രാം നമുക്ക് കൂടുതൽ മാർക്കിനാണ് നമ്മളോട് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ആ പ്രോഗ്രാമും കൂടി നമുക്ക് എഴുതി കൊടുക്കാം. അപ്പോൾ ആ ഒരു മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്തിരുന്നു, ഐയും ജെയും വെച്ചിട്ട് 2 ഫോർ ലൂപ്പൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു പ്രോഗ്രാം ചെയ്തിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ഡി ക്യൂ എന്താണെന്നുള്ളതാണ് ഇനി ക്വസ്റ്റ്യൻ. നമ്മൾ സ്റ്റാക്ക് പഠിച്ചു, ക്യൂ പഠിച്ചു. അപ്പോൾ അത് കൂടാതെ ഡി ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെത്തേഡ് കൂടി നമ്മുടെ ഡാറ്റ സ്ട്രക്ചറിലുണ്ട്. ഈ ഡി ക്യൂ എന്താണെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഡി ക്യൂ ഈസ് എ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ഇൻ വിച്ച് ദ ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ ഓപ്പറേഷൻസ് ആർ പെർഫോംഡ് ഫ്രം ബോത്ത് എൻഡ്സ്. ഒരു ലീനിയർ ഡാറ്റ സ്ട്രക്ചറാണ് ഡി ക്യൂ എന്ന് പറയുന്നത്. അതുപോലെ ഈ ഡി ക്യൂവിൻ്റെ അകത്ത് ഒരു എൻഡ് തന്നെ നടക്കുന്നുണ്ട്, ഇൻസേർഷനും ഡിലീഷനും നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പിക്ചറിൽ കാണുന്നത് പോലെ തന്നെ 2 എൻഡ് ഉണ്ടായിരിക്കും. പക്ഷേ ഈ 2 എൻഡിലും നടക്കുന്നുണ്ട്, ഇൻസേർഷനും ഡിലീഷനും നടക്കുന്നുണ്ട്. വി ക്യാൻ സേ ദാറ്റ് ഡി ക്യൂ ഈസ് എ ജനറലൈസ്ഡ് വേർഷൻ ഓഫ് ക്യൂ. എന്താണ് നമുക്ക് പറയാം, ക്യൂ മോഡൽ തന്നെയാണ് ഡി ക്യൂ എന്ന് പറയുന്നത്. പക്ഷെ 2 സൈഡിലും ഇൻസേർഷനും അതുപോലെ ഡിലീഷനും നടക്കുന്നുണ്ട്. നമ്മൾ ക്യൂ പഠിച്ചപ്പോൾ പഠിച്ചിരുന്നു, ഒരു സൈഡിലൂടെ ഇൻസേർഷൻ നടക്കും, ഒരു സൈഡിലൂടെ നടക്കും, ഡിലീഷനും നടക്കും. പക്ഷേ ഇതിലെങ്ങനെയാണ്, ഡി ക്യൂവിൽ 2 സൈഡിലൂടെയും ഇൻസേർഷനും അതുപോലെ ഡിലീഷനും നടക്കുന്നുണ്ട്. ഡി ക്യൂ can be used both as stack and queue as it allows the insertion and deletion operation on both ends. നമുക്ക് ഡി ക്യൂവിനെ എങ്ങനെ കൺസിഡർ ചെയ്യാം, നമുക്ക് സ്റ്റാക്ക് ആയിട്ടും അതുപോലെ ക്യൂ ആയിട്ടും നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കും. സ്റ്റാക്ക് എന്ന് പറയുന്നത് സ്റ്റാക്കിൻ്റെ ഒരു എൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു എൻഡിലൂടെ നടക്കുന്നുണ്ട്, ഡിലീഷനും ഇൻസേർഷനും നടക്കുന്നുണ്ട്. ക്യൂ എന്ന് പറയുന്നത് 2 എൻഡ് ഉണ്ട്, അതിലൂടെ നടക്കുന്നുണ്ട്, ഇൻസേർഷനും നടക്കുന്നുണ്ട്, ഡിലീഷനും നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡി ക്യൂവിനെ വിളിക്കാം, സ്റ്റാക്കായിട്ടും ക്യൂ ആയിട്ടും നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കും. ഇൻ ഡി ക്യൂ ദ ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ ഓപ്പറേഷൻസ് ക്യാൻ ബി പെർഫോംഡ് ഫ്രം വൺ സൈഡ്. The stack follows the LIFO rule in which both the insertion and deletion can be performed only from one side. Therefore, we conclude that DQ can be considered as stack. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, 2 ആയിട്ട് നമുക്ക് സ്റ്റാക്കായിട്ടും ക്യൂ ആയിട്ടും നമുക്ക് കൺസിഡർ ചെയ്യാമെന്ന്. അപ്പോൾ സ്റ്റാക്കായിട്ട് കൺസിഡർ ചെയ്യുന്ന എന്തുകൊണ്ടാണെന്നുള്ളതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. സ്റ്റാക്ക് ഫോളോ ചെയ്യുന്നത് ലിഫോ സ്ട്രക്ചറാണ്. നമുക്ക് ഡി ക്യൂവിൻ്റെ ഒരു എൻഡ് മാത്രം എടുക്കാം. ഒരു എൻഡിൽ നടക്കുന്നത്, ഡിലീഷനും നടക്കുന്നുണ്ട്, ഇൻസേർഷനും നടക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാക്കിലും നടക്കുന്നത്, ഇൻസേർഷനും നടക്കുന്നുണ്ട്, ഡിലീഷനും നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഡി ക്യൂവിനെ നമ്മൾ സ്റ്റാക്കായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി ഡി ക്യൂവിനെ എന്തുകൊണ്ടാണ് ക്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം.
In DQ, the insertion can be performed one end and the deletion can be done on another end. The Q follows the FIFO rule in which the element is inserted on one end and deleted from another end. Therefore, we conclude that the DQ can also be considered as the Q. അപ്പോൾ ഡി ക്യു എങ്ങനെയാണ് ക്യൂ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? ക്യൂവിൻ്റെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു എൻഡിലൂടെ ഇൻസേർഷനും നടക്കും, മറ്റേ എൻഡിലൂടെ ഡിലീഷനും നടക്കും. അപ്പോൾ ഡി ക്യൂവിൻ്റെ കേസ് എടുക്കുമ്പോൾ എന്താണ്, രണ്ട് എൻഡിലും എന്ത് നടക്കുന്നുണ്ട്, ഇൻസേർഷനും ഡിലീഷനും നടക്കുന്നുണ്ട്. അപ്പോൾ ഒരെൻഡിൽ എന്തായാലും ഒരു ഇൻസേർഷൻ ഉണ്ട്, മറ്റേ എൻഡിൽ എന്തുണ്ട്, ഒരു ഡിലീഷനും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് കൺസിഡർ ചെയ്യാം, നമുക്ക് ഡി ക്യൂവിനെ ക്യൂ ആയിട്ട് കൺസിഡർ ചെയ്യാം. കാരണം അത് ഫോളോ ചെയ്യുന്നത് എന്താണ്, ഫിഫോ സ്ട്രക്ചറാണ്. ഓക്കെ, അപ്പോൾ ഡി ക്യൂ എന്താണെന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എക്സ്പ്ലെയിൻ ഫങ്ഷൻ ഓവർലോഡിങ് വിത്ത് എക്സാമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഫങ്ഷൻ ഓവർലോഡിങ് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. വിത്ത് എക്സാമ്പിളിന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. എക്സാമ്പിളും കൂടി അതിൽ മെൻഷൻ ചെയ്യണം എന്നുള്ളത് നമ്മളോട് ഇങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഫങ്ഷൻ ഓവർലോഡിങ് എന്താണെന്നുള്ളത് നമുക്ക് എഴുതാം. ഫങ്ഷൻ ഓവർലോഡിങ് ഈസ് എ ഫീച്ചർ ഇൻ C++ where two or more functions can have the same name but different parameters. ഫങ്ഷൻ ഓവർലോഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു C++ പ്രോഗ്രാമിൽ തന്നെ ഒന്നിലധികം ഒരേപോലത്തെ നെയിമുള്ള ഫങ്ഷൻസ് ഉണ്ടായിരിക്കും. പക്ഷേ എന്താണ്, ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് ആയിരിക്കും. ആ ഫങ്ഷനിൽ യൂസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് എന്തായിരിക്കും, വ്യത്യാസം ഉണ്ടായിരിക്കും. When a function name is overloaded with different job, it is called function overloading. അപ്പോൾ ഒരു ഫങ്ഷൻ നെയിം ഡിഫറെൻറ്റ് ജോബ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് എന്ത്, ഫങ്ഷൻ ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. ഒരൊറ്റ ഫങ്ഷൻ ഉണ്ടായിരിക്കും, ഫങ്ഷൻ്റെ നെയിമൊക്കെ സെയിം ആയിരിക്കും, പക്ഷേ ആ ഫങ്ഷൻ 3 പ്രാവശ്യം നമ്മളൊരു ഫങ്ഷൻ നമ്മൾ ഒരു പ്രോഗ്രാമിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ 3 പ്രാവശ്യം ഒരേ പേരുള്ള ആ ഫങ്ഷൻ ചെയ്യുന്ന പണി എന്തായിരിക്കും, വേറെ വേറെ 3 സിറ്റുവേഷനിലും 3 ജോബ്സ് ആയിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക. ഇൻ ഫങ്ഷൻ ഓവർലോഡിംഗ് ഫങ്ഷൻ നെയിം ഷുഡ് ബി ദ സെയിം ആൻഡ് ദ ആർഗ്യുമെൻറ്റ്സ് ഷുഡ് ബി ഡിഫറെൻറ്റ്. അപ്പോൾ ഫങ്ഷൻ ഓവർലോഡിങ്ങിൽ ശ്രദ്ധിക്കേണ്ട എന്താണ്, ഫങ്ഷൻ നെയിം എന്തായാലും ഒരുപോലെ ആയിരിക്കണം, അതുപോലെ ആർഗ്യുമെൻറ്റ്സ് അതിൽ യൂസ് ചെയ്യുന്ന ജോബ്സ് എന്തായിരിക്കണം, ഡിഫറെൻ്റ് ആയിരിക്കണം. ഫങ്ഷൻ ഓവർലോഡിംഗ് ക്യാൻ ബി കൺസിഡറേഡ് ആസ് ആൻ എക്സാമ്പിൾ ഓഫ് പോളിമോർഫിസം ഫീച്ചർ ഇൻ C++. നമ്മൾ പോളിമോർഫിസം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ ഒരു ഫങ്ഷന് എന്താണ്, ഡിഫറെൻ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. പോളിമോർഫിസം ഡിഫറെൻ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫേസസ്. ഇനി നമുക്ക് C++ൻ്റെ ഒരു പ്രോഗ്രാം കാണാം, എക്സാമ്പിൾ കാണാം. ഫങ്ഷൻ ഓവർലോഡിങ് ചെയ്യുന്നതിൻ്റെ എക്സാമ്പിൾ നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിളും കൂടി നമ്മൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം എഴുതി തുടങ്ങി, ഹെഡർ ഫയൽ ഉണ്ട്. അതിനുശേഷം നമ്മുടെ ഫങ്ഷൻ നമ്മൾ കൊടുക്കുകയാണ്, വോയിഡ് പ്രിൻ്റ് ഇൻ്റ് ആയി. അപ്പോൾ വോയിഡ് എന്നുള്ളത് ഡാറ്റ ടൈപ്പ്, പ്രിൻ്റ് എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ഫങ്ഷൻ്റെ നെയിം എന്ന് പറയുന്നത്. ഇൻ്റ് ഐ ആണ് നമ്മുടെ പാരാമീറ്റർ. അപ്പോൾ ഫസ്റ്റത്തെ ആ സെക്ഷനിൽ വോയിഡ് പ്രിൻ്റ് ഇൻ്റ് ഐ, അതിൻ്റെ താഴെ സി ഔട്ടിൽ ഹിയർ ഈസ് ഇൻ്റ് നമ്മൾ കൊടുത്തപ്പോൾ നമുക്ക് ഐ പ്രിൻ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സി ഔട്ടിൽ കൊടുത്തു. അപ്പോൾ വോയിഡ് പ്രിൻ്റ് ഇൻ്റ് ഐ. അപ്പോൾ ആദ്യത്തെ ഫങ്ഷൻ അവിടെ ആദ്യത്തെ പാരാമീറ്റർ നമ്മൾ കൊടുത്തു, ഇൻറ്റീജർ ടൈപ്പിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അടുത്തത് വോയിഡ് പ്രിൻ്റ് ഡബിൾ എഫ്. അപ്പോൾ എഫ് പ്രിൻ്റ് ചെയ്യാനാണ്. വോയിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഡാറ്റ ടൈപ്പ്, സെയിം ഫങ്ഷൻ നെയിം, പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫങ്ഷൻ നെയിം, പക്ഷേ പാരാമീറ്റർ എന്താണ്, ഡബിൾ എഫ്, ഡബിൾ ആയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. എഫ് എന്ന് പറഞ്ഞിട്ടുള്ള വാരിയബിൾ, നേരത്തെ ഇൻ്റ് ഐ ആയിരുന്നു, ഇൻറ്റീജർ എന്ന് പറഞ്ഞിട്ടുള്ള ഐ എന്ന് പറഞ്ഞിട്ടുള്ള വാരിയബിൾ, ഇവിടെ ഡബിൾ ടൈപ്പിലുള്ള എഫ് എന്ന് പറഞ്ഞിട്ടുള്ള വാരിയബിൾ. സി ഔട്ട് ഹിയർ ഈസ് ഫ്ലോട്ടിംഗ് വാല്യൂ എന്താണെന്നുള്ളത് നമ്മൾ എഫിൽ കൊടുക്കും. ഇനി അടുത്തത് വോയിഡ് പ്രിൻ്റ് ക്യാർ കോൺസ്റ്റൻറ്റ് സ്റ്റാർ സി. അപ്പോൾ എന്താണ്, നമ്മുടെ ക്യാരക്ടർ ടൈപ്പിലാണ് അടുത്തത് കൊടുത്തിട്ടുള്ളത്. സിയിൽ എന്താണോ നമ്മൾ കൊടുത്തത് അതവിടെ സി ഔട്ടിൽ നമ്മൾ പ്രിൻറ്റിങ് ഓപ്ഷൻസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നിങ്ങൾക്ക് കാണാൻ പറ്റി ഇപ്പോൾ 3 ഫങ്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. വോയിഡ് പ്രിൻ്റ് ഇൻ്റ് ഐ, വോയിഡ് പ്രിൻ്റ് ഓഫ് ഡബിൾ എഫ്, വോയിഡ് പ്രിൻ്റ് ഓഫ് ക്യാർ കോൺസ്റ്റൻറ്റ് സ്റ്റാർ സി. അപ്പോൾ
ഇത് മൂന്നുമാണ് നമ്മുടെ ഫങ്ഷൻസ്. നിങ്ങൾക്ക് കാണാം സെയിം ഫങ്ഷൻ നെയിം പക്ഷേ ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു 3 സിറ്റുവേഷനിലും എന്താണ് യൂസ് ചെയ്യുന്നത്? ഡിഫറെൻ്റ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ മെയിൻ ഫങ്ഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മെയിൻ ഫങ്ഷൻ്റെ അകത്ത് എന്താണ്? പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫങ്ഷൻ്റെ അകത്ത് നമ്മൾ 10 കൊടുത്തു. അതിനുശേഷം പ്രിൻ്റ് ഓഫ് 10.10 നമ്മളൊരു ഫ്ലോട്ടിംഗ് വാല്യൂ ആണ് കൊടുത്തത്. അടുത്തത് പ്രിൻ്റ് ഓഫ് 10 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ പ്രിൻ്റ് ഓഫ് 10 നമ്മൾ കൊടുത്തത് എന്തിനാണ്? ഇവിടുത്തെ ആദ്യത്തെ നമ്മുടെ ഫങ്ഷൻ എന്തായിരുന്നു? ഇൻറ്റിജർ ടൈപ്പിലാണ് നമ്മൾ കൊടുത്തത്. രണ്ടാമത്തെ പ്രിൻ്റ് ഓഫ് 10.10 എന്തിനാണ് കൊടുത്തിട്ടുള്ളത്? നമുക്കൊരു ഫ്ലോട്ടിംഗ് പോയിൻ്റാണ് നമുക്ക് പ്രിൻ്റ് ചെയ്ത് കിട്ടേണ്ടത്, അതിന് വേണ്ടിയിട്ട്. അടുത്തത് 10 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കവിടെ പ്രിൻ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ ഇനി ഈ പ്രോഗ്രാം നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് എന്തായിരിക്കും കിട്ടുക? ഹിയർ ഈസ് ഇൻറ്റ് 10, ഹിയർ ഈസ് ഫ്ലോട്ട് 10.1, ഹിയർ ഈസ് ക്യാരക്ടർ 10. അപ്പോൾ 10.10. അപ്പോൾ ഇത്രയായിരിക്കും നമ്മുടെ എന്ത് കിട്ടുക? ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഫങ്ഷൻ ഓവർലോഡിങ് എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ പ്രോഗ്രാമിൽ കണ്ടു ഡിഫറെൻ്റ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് യൂസ് ചെയ്ത് ഒരേപോലത്തെ ഫങ്ഷൻ നെയിം പക്ഷേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് പാരാമീറ്റർ പാസ് ചെയ്തിട്ട് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നമ്മൾ പ്രിൻ്റ് ചെയ്ത് എടുത്തു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ വെർച്വൽ ഫങ്ഷൻസ്. A virtual function is a member function which is declared within a base class and is redefined overridden by a derived class. അപ്പോൾ വെർച്വൽ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മെമ്പർ ഫങ്ഷൻ ആണ്. നമ്മളൊരു ബേസ് ക്ലാസ്സിൻ്റെ അകത്താണ് എന്ത് വെർച്വൽ ഫങ്ഷൻ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. അതുപോലെ വെർച്വൽ ഫങ്ഷൻസ് കനോട്ട് ബി സ്റ്റാറ്റിക്. വെർച്വൽ ഫങ്ഷൻസിന് നമുക്ക് എന്താണ്? സ്റ്റാറ്റിക് ഡാറ്റ ടൈപ്പ് അല്ല എന്ത് വെർച്വൽ ഫങ്ഷൻ എന്ന് പറയുന്നത്. എ വെർച്വൽ ഫങ്ഷൻ ക്യാൻ ബി എ ഫ്രണ്ട് ഫങ്ഷൻ ഓഫ് അനദർ ക്ലാസ്. ഒരു അനദർ ക്ലാസ്സിൻ്റെ ഫ്രണ്ട് ഫങ്ഷൻ ആയിരിക്കും എന്ത് വെർച്വൽ ഫങ്ഷൻ എന്ന് പറയുന്നത്. വെർച്വൽ ഫങ്ഷൻ ഷുഡ് ബി ആക്സസ്ഡ് യൂസിങ് പോയിൻ്റർ ഓർ റെഫറൻസ് ഓഫ് ബേസ് ക്ലാസ് ടൈപ്പ് ടു അച്ചീവ് റൺ ടൈം പോളിമോർഫിസം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പോളിമോർഫിസം പഠിച്ചു. ആ പോളിമോർഫിസത്തിൽ നമ്മൾ 2 ടൈപ്പ് ആണ് പഠിച്ചത്. റൺ ടൈമും അതുപോലെ തന്നെ കമ്പൈൽ ടൈം പോളിമോർഫിസം നമ്മൾ പഠിച്ചു. അതിൽ റൺ ടൈം പോളിമോർഫിസത്തിലുള്ള എക്സാമ്പിൾ ആയിരുന്നു എന്ത് വെർച്വൽ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റൺ ടൈം പോളിമോർഫിസം നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? വെർച്വൽ ഫങ്ഷൻസ് നമ്മുടെ ഒരു പ്രോഗ്രാമിൽ ഒരു ബേസ് ക്ലാസ്സിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കുന്നത്. ദ പ്രോട്ടോടൈപ്പ് ഓഫ് വെർച്വൽ ഫങ്ഷൻ ഷുഡ് ബി ദ സെയിം ഇൻ ദ ബേസ് as well as derived class. അപ്പോൾ എന്താണ് വെർച്വൽ ഫങ്ഷൻ എന്ന് പറയുന്നത്? നമ്മുടെ ബേസ് ക്ലാസ്സിൻ്റെ അതുപോലെ ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെയും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ദ പ്രോട്ടോടൈപ്പ് ഓഫ് വെർച്വൽ ഫങ്ഷൻ ഷുഡ് ബി ദ സെയിം ഇൻ ദ ബേസ് as well as derived class. ഇതിൻ്റെ വെർച്വൽ ഫങ്ഷൻ്റെ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത് ബേസ് ക്ലാസ്സിലും അതുപോലെ ഡിറൈവ്ഡ് ക്ലാസ്സിലും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ വെർച്വൽ ഫങ്ഷൻ എന്താണെന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ഒരു 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ വെർച്വൽ ഫങ്ഷൻ എന്താണെന്നുള്ളത് ഇത്രയും പോയിൻറ്റ്സ് എഴുതി കൊടുക്കാം. ഇനി നെക്സ്റ്റ്, വാട്ട് ഈസ് ഫയൽ സ്ട്രീമിംഗ്? ഫയൽ സ്ട്രീംസ് ഇൻ C++ ആർ ബേസിക്കലി ദ ലൈബ്രറീസ് ദാറ്റ് ആർ യൂസ്ഡ് ഇൻ ദ ഡ്യൂ കോഴ്സ് ഓഫ് പ്രോഗ്രാമിംഗ്. നമ്മൾ C++ൽ ബേസിക്കായിട്ട് യൂസ് ചെയ്യുന്ന ലൈബ്രറീസിനെ പറയുന്ന പേര് തന്നെയാണ് എന്ത്? ഫയൽ സ്ട്രീംസ്. The programmers generally use the IOStream standard library in the C++ programming as it provides the cin and cout methods that are used for reading from the input and writing to the output respectively. അപ്പോൾ നമ്മൾ C++ൽ പൊതുവേ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ലൈബ്രറിയാണ് എന്ത്? IOStream എന്ന് പറയുന്നത്. ഇത് പ്രൊവൈഡ് ചെയ്യുന്ന 2 മെത്തേഡാണ് എന്ത്? സിഇന്നും സിഔട്ടും. അപ്പോൾ സിഇൻ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? നമുക്ക് ഇൻപുട്ടിൽ നിന്ന് നമുക്കത് റീഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ സിഔട്ട് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? നമുക്ക് റൈറ്റ് ചെയ്യാനും, ഔട്ട്പുട്ട് നമുക്ക് റൈറ്റ് ചെയ്യാനും വേണ്ടിയിട്ടായിരുന്നു നമ്മൾ സിഇന്നും സിഔട്ടും യൂസ് ചെയ്തിരുന്നത്. In order to read and write from a file, the programmers are generally using the standard C++ library that is known as the F stream.
അപ്പോൾ നമ്മുടെ പ്രോഗ്രാം റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് പ്രോഗ്രാമേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് ലൈബ്രറിക്ക് പറയുന്ന പേരാണ് എന്ത്? എഫ് സ്ട്രീം. ഹിയർ ഈസ് ദ ലിസ്റ്റ് ഓഫ് ഡാറ്റ ടൈപ്സ് ദാറ്റ് ആർ ഡിഫൈൻഡ് ഇൻ ദ എഫ് സ്ട്രീം ലൈബ്രറി. അപ്പോൾ എഫ് സ്ട്രീം ലൈബ്രറിയിൽ യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്സ് ആണ് എന്തൊക്കെ? എഫ് സ്ട്രീം, ഇഫ് സ്ട്രീം, ഓഫ് സ്ട്രീം. These data types is generally used to create files, write information to file and read information from file. അപ്പോൾ ഇഫ് സ്ട്രീമിൻ്റെയും ഓഫ് സ്ട്രീമിൻ്റെയും ഒരു കോമ്പിനേഷനാണ് എന്ത്? എഫ് സ്ട്രീം എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫയൽസ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ എന്താണ് ഇൻഫർമേഷൻസ് റൈറ്റ് ചെയ്യാനും റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇഫ് സ്ട്രീം എന്ന് പറയുന്നത് These data types is generally used to read information from files. If stream നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻഫർമേഷൻസ് ഫയലിൽ നിന്ന് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓഫ് സ്ട്രീം നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഇറ്റ്സ് ജനറലി യൂസ്ഡ് ടു ക്രിയേറ്റ് ഫയൽസ് ആൻഡ് റൈറ്റ് ഇൻഫർമേഷൻ ടു ദ ഫയൽസ്. നമ്മുടെ ഇൻഫർമേഷൻ ഫയലിലേക്ക് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓഫ് സ്ട്രീം യൂസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ റെഫറൻസ് വാരിയബിൾ വിത്ത് എക്സാമ്പിൾ. അപ്പോൾ റെഫറൻസ് വാരിയബിൾ എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു. വെൻ എ വാരിയബിൾ ഈസ് ഡിക്ലെയർഡ് ആസ് എ റെഫറൻസ് ഇറ്റ് ബിക്കംസ് ആൻ ആൾട്ടർനേറ്റീവ് നെയിം ഫോർ ആൻ എക്സിസ്റ്റിംഗ് വാരിയബിൾ. നമ്മൾ റെഫറൻസ് വാരിയബിൾ എന്തിനാണ് ഡിക്ലെയർ ചെയ്യുന്നത്? നമുക്കിപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് വാരിയബിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വാരിയബിളിൻ്റെ ആൾട്ടർനേറ്റീവ് നെയിമായിട്ട് ആ റെഫറൻസ് വാരിയബിൾ ആക്ട് ചെയ്യും. A variable can be declared as a reference by putting ampersand in the declaration. അതായത് നമ്മൾ റെഫറൻസ് വാരിയബിൾ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്? ആ വാരിയബിളിൻ്റെ മുന്നേ ഒരു ആംബ്രസ് സൈനും കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ എക്സാമ്പിൾ ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യം റെഫറൻസ് വാരിയബിൾ എന്താണെന്നുള്ളത് എഴുതുക, അതിനുശേഷം എക്സാമ്പിൾ എഴുതി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇൻ്റെ മെയിൻ്റെ അകത്ത് നമ്മൾ ഇൻ്റെ എക്സ് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാരിയബിൾ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തു. ഇപ്പം എക്സിൻ്റെ വാല്യൂ എന്താണ്? 10 ആണ്. ഇനി നമ്മൾ REF ഈസ് എ റെഫറൻസ് ടു എക്സ്. അപ്പോൾ നമ്മൾ REF എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെഫറൻസ് വാരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. എന്തിന്? എക്സിൻ്റെ ഒരു റെഫറൻസ് വാരിയബിൾ. അത് ക്രിയേറ്റ് ചെയ്യൽ എങ്ങനെയാണ്? ഇൻഡ് ആംബ്രസൻഡ് റഫ്. അപ്പോൾ ഡാറ്റ ടൈപ്പ് കൊടുത്തു, ആംബ്രസൻഡ് റഫ് ഈക്വൽ ടു എക്സ് അങ്ങനെ കൊടുത്തു. അങ്ങനെ കൊടുത്തപ്പോൾ എന്തായി? എക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ എക്സിസ്റ്റിംഗ് വാരിയബിളിൻ്റെ ഒരു ആൾട്ടർനേറ്റീവ് നെയിമായിട്ട് എന്ത് മാറി? നമ്മുടെ ഈ റെഫറൻസ് വാരിയബിൾ മാറി. ഇനി വാല്യൂ ഓഫ് എക്സ് ഈസ് നൗ ചേഞ്ച്ഡ് ടു 20. അപ്പോൾ നമ്മൾ റെഫ് ഈക്വൽ ടു 20 എന്ന് കൊടുക്കുകയാണ്. ആദ്യം എക്സ് ഈക്വൽ ടു 10 ആണ് നമ്മൾ കൊടുത്തത്. അതിനുശേഷം റെഫറൻസ് വാരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഇനി ശേഷം നമ്മൾ റെഫറൻസ് ഈക്വൽ ടു 20 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യുകയാണ്. അങ്ങനെ റെഫിൽ എന്ത് വാല്യൂ കൊടുക്കുന്നോ അതെന്തിലേക്ക് മാറും? എക്സിലേക്ക് മാറും. ആൾട്ടർനേറ്റീവ് ഫോം ആണല്ലോ, അതുകൊണ്ട് നമ്മൾ റെഫറൻസിൽ എന്ത് ചേഞ്ച് വരുത്തുന്നോ അത് എങ്ങോട്ട് മാറും? എക്സിൻ്റെ വാല്യൂവും ചേഞ്ച് ആവും. അപ്പോൾ എന്താവും? നമ്മൾ സി ഔട്ടിൽ നമ്മൾ എക്സ് പ്രിൻ്റ് ചെയ്ത് നോക്കിയാൽ ഇപ്പോൾ നമുക്ക് എന്ത് വാല്യൂ ആണ് കിട്ടുക? നമുക്ക് 20 ആയിരിക്കും കിട്ടുക. അപ്പോൾ ആദ്യം നമുക്ക് എന്തായിരുന്നു വാല്യൂ? 10 ആയിരുന്നു. ഇപ്പോൾ അതെന്തായി മാറും? 20 ആയിട്ട് മാറും. ഇനി നമുക്ക് ഇതിനെ വീണ്ടും ചേഞ്ച് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം? എക്സ് ഈക്വൽ ടു 30 കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ എക്സിലുള്ള വാല്യൂ എന്താണ്? 20 ആണ്. അതിന് പകരം നമുക്ക് എക്സ് ഈക്വൽ ടു 30 കൊടുക്കാം. എക്സ് ഈക്വൽ ടു 30 കൊടുത്താൽ നമുക്ക് ഇനി റെഫറൻസ് വാരിയബിൾ ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ റെഫറൻസ് വാരിയബിൾ എന്തായിരുന്നു നേരത്തെ? 20 ആയിരുന്നു. അതുകൊണ്ട് എക്സിലും 20. ഇപ്പോൾ നമ്മൾ എക്സ് എന്താക്കി? 30 ആക്കി. അപ്പോൾ റെഫറൻസ് വാരിയബിൾ നമുക്ക് പ്രിൻ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 30 ആയിരിക്കും കിട്ടുക. അപ്പോൾ എക്സിസ്റ്റിംഗ് വാരിയബിളിൻ്റെ ഒരു റെഫറൻസ് വാരിയബിളായിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ റെഫറൻസ് വാരിയബിളിൽ എന്ത് ചേഞ്ച് നമ്മൾ വരുത്തുന്നോ അത് എന്തിനെ ബാധിക്കും? നമ്മുടെ എക്സിസ്റ്റിംഗ് വാരിയബിളിനെ ബാധിക്കും. എക്സിസ്റ്റിംഗ് വാരിയബിളിൽ നമ്മൾ എന്ത് ചേഞ്ച് വരുത്തുന്നോ അത് എന്തിനെ ബാധിക്കും? അത് റെഫറൻസ് വാരിയബിളിനെയും ബാധിക്കും. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ? എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾ. അപ്പോൾ എന്താണ് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ? അതുപോലെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇഫ് എ കൺസ്ട്രക്ടർ ഹാസ് പാരാമീറ്റേഴ്സ് ഇറ്റ് ഈസ് കോൾഡ് എ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ. ഒരു കൺസ്ട്രക്ടറിൽ നമ്മൾ പാരാമീറ്റേഴ്സ് പാസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? ഒരു പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ആണെന്ന് പറയാം. Parameterized constructors helps in initializing values when an object is created.
നമുക്ക് ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂസ് ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്റ്റേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ആദ്യം ഇതിൻ്റെ സിൻടാക്സ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ആദ്യം നമ്മൾ ക്ലാസ് ഡിക്ലറേഷനാണ് ചെയ്യേണ്ടത്. ക്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡ് യൂസ് ചെയ്തിട്ട് ക്ലാസ് കൊടുത്തു, അതോടൊപ്പം ക്ലാസ് നെയിം കൊടുത്തു. പിന്നെ നമുക്ക് എന്തെങ്കിലും വേരിയബിൾസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ഡിക്ലെയർ ചെയ്യണം. അതിനുശേഷം പബ്ലിക്കിൽ നമ്മൾ ക്ലാസ് നെയിം എന്താണോ നമ്മൾ കൊടുത്തത് അതും ആ ക്ലാസ് നെയിമിൻ്റെ അകത്താണ് നമ്മൾ പാരാമീറ്റേഴ്സ് നമ്മൾ പാസ് ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താണോ നമ്മുടെ കോഡ് നമ്മുടെ പ്രോഗ്രാമിനനുസരിച്ച് എഴുതി കൊടുക്കാം. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിന് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. നേരത്തെ പറഞ്ഞതുപോലെ ക്ലാസ് എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ലാസ്സാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ അകത്ത് നമ്മൾ ആദ്യം എന്താ ചെയ്തത്? ഇൻറ്റ് എ ബി എന്ന് പറഞ്ഞിട്ട് 2 വേരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം പബ്ലിക്കിൽ നമ്മൾ എന്താണ് എക്സാമ്പിളാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ നെയിം. അതിൻ്റെ അകത്ത് നമ്മൾ ഇൻഡെക്സ് ഇൻറ്റ് വൈ എന്ന് പറഞ്ഞിട്ട് 2 പാരാമീറ്റേഴ്സ് നമ്മൾ പാസ് ചെയ്തു. ഇനി ഈ കൺസ്ട്രക്ടറിൻ്റെ അകത്താണ് നമ്മൾ എയ്ക്കും അതുപോലെ ബിക്കും നമ്മൾ വാല്യൂ അസൈൻ ചെയ്യുന്നത്. എയ്ക്ക് നമ്മൾ a = x കൊടുത്തു, b = y. ദെൻ നമ്മൾ എന്ത് ചെയ്തു? ഒരു പ്രിൻറ്റിങ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. ഐ ആം കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രിൻറ്റിങ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. ഇപ്പോൾ എയിലെ വാല്യൂ x ആണ്, ഇപ്പോൾ എയിലുള്ള വാല്യൂ y ആണ്, ഇപ്പോൾ ബിയിലുള്ള വാല്യൂ. ഇനി നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം. വോയിഡ് ഡിസ്പ്ലേ ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫംഗ്ഷൻ തുടങ്ങി. അതിൻ്റെ അകത്ത് എന്താണ്? എ ബി എന്ന് പറഞ്ഞിട്ട് 2 വാല്യൂസും നമുക്ക് പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ ഇനി മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് ആ ക്ലാസ് അവിടെ ക്ലോസ് ചെയ്യാണ്. ഇനി മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് എന്താണ്? എക്സാമ്പിൾ ഒബ്ജക്റ്റ് 10,20. അപ്പോൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ കൺസ്ട്രക്ടറിൽ നമ്മൾ വാല്യൂസ് കൊടുക്കുകയാണ് മെയിൻ ഫംഗ്ഷനിൽ 10,20. എക്ക് 10ഉം അതുപോലെ ബിക്ക് 20 എന്നുള്ള വാല്യൂ നമ്മൾ കൊടുത്തു. ഇനി ഒബ്ജക്റ്റ് ഡോട്ട് ഡിസ്പ്ലേ ഓഫ് ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് വരിക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഐ ആം കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്ത് വന്നു. അതിൻ്റെ വാല്യൂസ് എന്തായി? 10, 20 എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രിൻ്റ് ചെയ്ത് കിട്ടി. അപ്പോൾ നമ്മൾ മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് നമ്മുടെ കൺസ്ട്രക്ടറിൽ നമ്മൾ പാരാമീറ്റേഴ്സ് നമ്മുടെ വാല്യൂസ് എന്താണോ അത് നമ്മൾ പാസ് ചെയ്തിരുന്നു. അത് നമുക്ക് എന്താണ്? ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ? എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ കൺസ്ട്രക്ടർ എന്ന് എഴുതുക, സിൻടാക്സ് എഴുതുക, അതോടൊപ്പം ഈ ഒരു സിമ്പിളായിട്ടുള്ള പ്രോഗ്രാമും കൂടി എഴുതി കൊടുക്കാം.